മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇതിൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ് 16ാമത്തെ പാർട്ട് 3 ആയി സ്റ്റിച്ചിങ് ആണ് കാണിക്കാൻ പോകുന്നത്. ഇതിലുള്ള എല്ലാ ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ നെക്ക് തയ്ക്കാം. ഇതിപ്പോൾ തുണിയുടെ നല്ല വശമാണ്. നല്ല വശത്ത് നമ്മൾ വെട്ടി വെച്ചേക്കുന്ന നെക്ക് നമ്മൾ എടുക്കുകയാണ്. ഇത് ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക. ഇങ്ങനെ നിങ്ങൾ എടുക്കുന്നത് സെയിം തുണിയിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ നെക്കിനുള്ള ഈ പീസുകൾ എടുക്കണേ എന്നുണ്ടെങ്കിൽ നല്ല വശം വരത്തക്ക രീതിയിൽ ഇങ്ങനെ നമ്മൾ നല്ല ഭാഗത്ത് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്ത് അപ്പുറത്തേക്ക് മറയ്ക്കാനായിട്ട്. നമുക്കിനി ഇത് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്തെടുക്കാം. 4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമുക്കിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ 14ൻ്റെ ആ ഗ്യാപ്പ് മാത്രമാണ് ഇടുന്നത്. ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വെക്കുക. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു 4 ഇഞ്ച് 1/2 ഇഞ്ച് ഇങ്ങനെ അളന്നിട്ട് സ്കെയിൽ കൊണ്ട് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. എന്നിട്ട് നമ്മളിത് പതുക്കെ റൊട്ടേറ്റ് ചെയ്യും. എന്നിട്ട് ബാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ നെക്കിൽ കട്ട് ചെയ്യണ പോലെ നമുക്ക് കട്ട് ചെയ്യാം. നമ്മുടെ സ്റ്റിച്ചുമ്പോൾ കൊള്ളാത്ത രീതിയിൽ കട്ട് ചെയ്യണം. അതിന് തന്നെ കോർണറിൽ ഇവിടെയാണ് സ്റ്റിച്ച് വരുന്നത്. സ്റ്റിച്ചിനോട് ചേർത്ത് ആദ്യം തന്നെ ഞാൻ കട്ട് ചെയ്യാണ്. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും സ്റ്റിച്ചിനോട് ചേർത്ത് ഞാൻ കട്ട് ചെയ്തു. ഇനി സാധാരണ ചെയ്യണ പോലെ നമുക്ക് ചെരിച്ച് എല്ലാവിടെയും കട്ട് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് ഇതിങ്ങനെ മറിച്ചെടുക്കാണ്. ഇതിങ്ങനെ മറിച്ചെടുത്തിട്ട് ഞാൻ ഇതിൻ്റെ മേലെ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാണ്. ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ മറിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്നിങ്ങനെ ഉഴിഞ്ഞു കൊടുക്കുക. എല്ലാവിടെയും ഇങ്ങനെ ഉഴിഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിനി അത് ചെയ്യാം. നമുക്കിനി ഇതിനിങ്ങനെ കൈ കൊണ്ടൊന്നിങ്ങനെ ഒഴിയാം. എന്നിട്ട് സാധാരണ ചെയ്യണ പോലെ തന്നെ നെക്ക് ഇപ്പുറത്തേക്ക് എടുത്ത് ഇതിൻ്റെ മേലെ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. നമ്മൾ അതിന് തന്നെ എല്ലാവിടെയും ഇതുപോലെ ഇപ്പുറത്തേക്ക് ആക്കിയിട്ടൊന്ന് കൈ കൊണ്ട് ഉഴിഞ്ഞു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇതിനെ ബാക്കിലേക്ക് ഇങ്ങനെ എടുക്കാം. വേണ്ട, ബാക്കിലേക്ക് എടുത്തിട്ട് നമ്മളിങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കും.
എല്ലാവരുടെയും ഇതുപോലെ തന്നെ ബാക്കിലേക്ക് ആക്കാം. എന്നിട്ട് നമുക്ക് ടോപ്പിൽ കൂടെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാണ്. കണ്ട നല്ല ഭംഗിയിൽ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇനി നമ്മൾക്ക് വേണ്ടത് നമ്മൾ തുണിയെ മറിച്ചിടുക. എന്നിട്ട് ഒന്നിങ്ങിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു മടക്കിയിട്ട് ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു മടക്ക ചെറുതാക്കിയിട്ട് എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ തുണിയിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചാലും മതി. ഇപ്പൊ ഈ പായം തന്നെ ഇതിങ്ങനെ പായം തന്നെ മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാണ്. എന്നിട്ട് ഇനി ചെയ്യേണ്ട എന്താ വെച്ചാൽ നമ്മളിവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെ, നമ്മളിങ്ങനെ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതിങ്ങനെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇവിടെ കൊടുക്കുകയാണ്. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടത്തോളം വരെ സ്റ്റിച്ച് ചെയ്യാണ്. അത് കഴിഞ്ഞ് 1 ഇഞ്ചോളം ഗ്യാപ്പ് വിട്ട് ബാക്കി ഇവിടെ സ്റ്റിച്ച് ചെയ്യും. ഈ കോർണറിലേക്ക് സ്റ്റിച്ച് കൊണ്ടുവരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ കെട്ടിട്ട് നിർത്തി ചെറുതായിട്ട്. എന്നിട്ട് ഞാൻ 1 ഇഞ്ചോളം ഗ്യാപ്പ് വിട്ടിട്ടാണ് ബാക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. എന്തിനാന്ന് വെച്ചാൽ ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ ഗ്യാപ്പ് വിട്ടേക്കുന്നത്.
ഈ ഗ്യാപ്പിൽ കൂടി ഞാൻ എലാസ്റ്റിക് കയറ്റാണ്. 1/2 ഇഞ്ചിന്റെ എലാസ്റ്റിക്. സ്ലീവ് എടുത്തു. സ്ലീവിന്റെ നല്ല വശമാണ് എടുത്തേക്കുന്നത്. ഓൾറെഡി നമ്മൾ കട്ട് ചെയ്തേക്കണ വെച്ച് തുണി ഇതേപോലെ തന്നെ ഞാൻ ഇവിടെ വെച്ചു. നല്ല വശവും തമ്മിലാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാണ്. നമ്മൾ നെക്കിന് മറച്ചടിച്ച പോലെ അടിച്ചെടുക്കാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇനി മേലെ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇതാണ് നമ്മുടെ മടക്ക് വരുന്നത് അല്ലേ? ആ മടക്കിലേക്ക് ആദ്യം ഒരു മടക്ക് വെക്കാം. കണ്ടാ? എന്നിട്ട് ഇതിനെ ഒന്നും കൂടി മടക്കിയിട്ട് ഈ അരികത്തോടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. കണ്ട നോക്കിയേ, നല്ല രീതിയിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് അപ്പുറത്തെ സൈഡും ചെയ്യാം. ഇനി നമുക്ക് പോക്കറ്റാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. ഷോൾഡറിന്റെ അവിടെ നിന്ന് ഒരു 16 ഇഞ്ച് താഴേക്ക് നീക്കിയിട്ടാണ് ഞാൻ പോക്കറ്റ് വെക്കുന്നത്. ഇത് തുണിയുടെ നല്ല വശമാണ്. ഷോൾഡറിന്റെ അവിടെ നിന്ന് ഒരു 16 ഇഞ്ച് ഇറക്കി ഞാൻ ഇവിടെ അടയാളപ്പെടുത്താണ്. ഇത് ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എവിടെയാണ് പോക്കറ്റ് വെക്കേണ്ടത് എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഫിറ്റ് ചെയ്യാനായിട്ട്. ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പോക്കറ്റ്. ഇങ്ങനെ വേണം പോക്കറ്റ് വരാനായിട്ട്. കണ്ടാ മനസ്സിലായില്ലേ? താഴേക്ക്. അപ്പൊ ഇത് തുണിയുടെ നല്ല വശമാണ്, ഇത് പോക്കറ്റിന്റെ ചീത്തവശമാണ്, ഉൾഭാഗമാണ്. അപ്പൊ അത് ഇങ്ങനെ ഈ അടയാളപ്പെടുത്തിയേക്കുന്നോടത്ത് ഇങ്ങനെ വെക്കാം. കണ്ടാ? ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരു പിൻ കുത്തി കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു പിൻ കുത്തി കൊടുക്കാണ്. അതുപോലെ തന്നെ ഇവിടെയും ഞാനൊരു പിൻ കുത്തി കൊടുക്കാണ്. നമ്മൾ ഈ പോക്കറ്റിന്റെ ഇവിടെ നമ്മൾ 1 ഇഞ്ചോളം നീക്കിയിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം കട്ട് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ 1/2 ഇഞ്ച് ഇട്ടിരുന്നേ. ഇവിടെ 1 ഇഞ്ചാണ് ഇടുന്നത്. കാരണം നമ്മൾ തയ്യൽ തുമ്പ് തയ്ച്ച് വരുമ്പോൾ ഇവിടെ 1 ഇഞ്ചോളം ഞാൻ ഗ്യാപ്പ് ഇടുന്നുണ്ട്. അതുകൊണ്ട് ഫിറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഞാനിവിടെ 1 ഇഞ്ചോളം ഞാനിവിടെ കട്ട് ചെയ്തേക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിലെ ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. കണ്ടോ? ഇതിങ്ങനെ വരും. മനസ്സിലായില്ലേ?
എന്നിട്ട് ഈ വെച്ചേക്കണ രീതി തന്നെ പോക്കറ്റിന്റെ അത്ര ഭാഗം മാത്രം 1 ഇഞ്ചിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യാണ്. കാരണം ഞാൻ സീം അലവൻസ് ആയിട്ട് 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ 1 ഇഞ്ച് എന്ന രീതിയിൽ ഞാനിപ്പോൾ അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് ഞാനിതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇതുപോലെ ഞാൻ അപ്പുറത്തെ ഭാഗത്തും ഫിറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് ഈ പോക്കറ്റിന്റെ ഈ ഭാഗം ഇത്ര ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചോ കൊടുക്കാം. ഞാനിപ്പോൾ 1 ഇഞ്ച് കൊടുക്കണം. ഞാൻ സീം അലവൻസ് 1 ഇഞ്ച് എന്ന രീതിയിൽ കൊടുക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ 1 ഇഞ്ച് കൊടുത്തേക്കുന്നത്. നമുക്കത് ആദ്യം സ്റ്റിച്ച് ചെയ്യാം. എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈഡ് ജോയിൻ ചെയ്യണം. ഞാനിപ്പോൾ തുണിയെ തിരിച്ചിട്ടു. നല്ല വശം ഉള്ളിൽ വരത്തക്ക രീതിയിൽ തുണിയെ തിരിച്ചിട്ട് ഇവിടെ ഞാൻ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചോളം നിങ്ങൾക്ക് തയ്യൽ തുമ്പ് കൊടുക്കാം. 1/2 ഇഞ്ചായാലും കുഴപ്പമില്ല, 1 ഇഞ്ചായാലും കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഇവിടെ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എല്ലാവിടെയും കൊടുത്ത് ഞാൻ വരച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പോക്കറ്റിൻ്റെ അവിടെ ഞാൻ 1 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. ഞാൻ എല്ലാവിടെയും ഇത് ടേബിളിൽ വെച്ചാണ് അടയാളപ്പെടുത്തിയേക്കുന്നത്. അതുകൊണ്ട് ഞാനാണ് ഇപ്പം തയ്യൽ മെഷീൻ വെച്ച് ജസ്റ്റ് ഒന്ന് കാട്ടി തരണമെന്നുള്ളൂ. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈൽ കൊണ്ടുപോയി നടക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഞാൻ ഇതിങ്ങനെ വെച്ചു. എന്നിട്ട് ഇവിടെ 1 ഇഞ്ച് അടയാളപ്പെടുത്തി, ഇവിടെ 1 ഇഞ്ച് അടയാളപ്പെടുത്തി, അങ്ങനെ പോക്കറ്റ് വരെ ഞാൻ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയേക്കാണ്. എന്നിട്ട് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരും. സ്റ്റിച്ച് ചെയ്തിട്ട് ഈ പോക്കറ്റിൻ്റെ അവിടെ എത്തുമല്ലോ. ഈ പോക്കറ്റിൻ്റെ അവിടെ എത്തിക്കഴിയുമ്പോൾ ഇതിങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് 1/2 ഇഞ്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരും. അതായത് ഇവിടെയാണ് നമ്മൾ പോക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു പൊടിക്കൂടി കയറ്റിയിട്ട് ഇവിടെ 1/2 ഇഞ്ച് എന്ന രീതിയിലേക്ക് അടയാളപ്പെടുത്താം. കണ്ടാ, ഇവിടെയാണ് നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് താഴേക്ക് 1/2 ഇഞ്ച് കയറ്റി ഇവിടെ വേണം നമ്മൾ ഈ അടിച്ചു വരണ സ്റ്റിച്ച് നിൽക്കാനായിട്ട്. ഇവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മൊത്തത്തിൽ 1/2 ഇഞ്ച് എന്ന രീതിയിൽ അടിച്ച് എടുക്കാം. ഇവിടെയാണ് നമ്മളുടെ പോക്കറ്റിൻ്റെ സ്റ്റിച്ച്. ഈ സ്റ്റിച്ച് അവസാനിക്കുന്നത് അതിനേക്കാൾ തൊട്ട് മുകളിലായിട്ട് 1/2 ഇഞ്ച് എന്ന രീതിയിൽ ഇങ്ങനെ അടിച്ചു വന്ന് ഇവിടെയും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് പോകും തോറും ഈ 1 ഇഞ്ച് എന്നുള്ളത് കുറഞ്ഞ് 1/2 ഇഞ്ച് എന്ന രീതിയിലാക്കി ഇവിടെ താഴെ വന്ന് നിൽക്കും. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചു. വേണമെന്നുണ്ടെങ്കിൽ ഒരു സൂചി കുത്താം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വെക്കുക. വെച്ചിട്ട് ഞാൻ ഇവിടെ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്കത് 1/2 ഇഞ്ചായാലും മതി. ലോക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുവാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ പോക്കറ്റ് വരണേ അല്ലേ. ഇതിങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ പിടിച്ചിട്ട് പോക്കറ്റിൻ്റെ സ്റ്റിച്ച് ഇവിടെ വരണേ. പക്ഷെ ഞാൻ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് 1/2 ഇഞ്ച് താഴേക്ക് ഇറക്കി ഇവിടത്തോളം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കും.
ഒപ്പം ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെയാണ് നമ്മുടെ സ്റ്റിച്ച് വരുന്നത്. അപ്പം നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഇപ്പുറത്ത് സ്റ്റിച്ച് ചെയ്തേക്കണത് കറക്റ്റ് അല്ലേ നോക്കുക. കറക്റ്റ് ഇങ്ങനെ പോക്കറ്റ് 2 മുപ്പത്തിനൊപ്പം വരണം. നമ്മൾ ഈ സ്ലീവൊക്കെ വെക്കുമ്പോൾ നമ്മൾ നോക്കാറില്ലേ, അതുപോലെ. ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ആ വ്യത്യാസം എടുത്തറിയാൻ പറ്റും. ഇവിടെ ഞാൻ ഡബിൾ ലോക്ക് ചെയ്യാണ്. നിർത്തി എന്നിട്ട് ഇങ്ങനെ പതുക്കെ റൊട്ടേറ്റ് ചെയ്യാണ്. ഈ പോക്കറ്റുകൾ തമ്മിൽ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇവിടെയും ഒരു ത്രികോളം ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുകയാണ്. കാരണം പോക്കറ്റിന്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട്. അങ്ങനെ നമ്മൾ സൈഡും പോക്കറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തു. പോക്കറ്റിന്റെ അവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. എന്നാലാണ് സ്ട്രോങ് ആണ്. മൊബൈലോ അങ്ങനെ എന്തെങ്കിലും വെയിറ്റുള്ള സാധനം എന്തെങ്കിലും ഇടുമ്പോൾ പോക്കറ്റ് തൂങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. അപ്പം അത് നോക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അടിവശം ഇതേപോലെ തന്നെ ടേബിളിൽ വെച്ച് 1 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്താം. ടേബിളിൽ നിവർത്തിയിടാം. ഇനി അടിവശമാണ്. അടിവശം ഇതുപോലെ ടേബിളിൽ നിവർത്തിയിട്ടിട്ട് 1 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തുക. എല്ലാവരുടെയും ഇങ്ങനെ 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിങ്ങനെ കൂട്ടി ഇങ്ങനെ യോജിപ്പിച്ച് വരയ്ക്കുക. എന്നിട്ട് നമുക്ക് മടക്കി അടിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓൾറെഡി ടേബിളും ഇട്ട് മൊത്തം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇവിടെയാണ് 1 ഇഞ്ച് വരുന്നത്. ആദ്യം ഈ നമ്മൾ വരച്ചേക്കണ വരയിലേക്ക് ഒരു മടക്ക. എന്നിട്ട് അടുത്ത മടക്ക് ഇങ്ങനെ മടക്കാം. എന്നിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയുള്ള സ്പേസ് വെച്ചേക്കുന്നത്. ഞാനിപ്പോൾ അതിന് തന്നെ അവിടേക്ക് ഒരു ഇലാസ്റ്റിക് കയറ്റാണ്. ഇതിലൂടെ ഇങ്ങനെ ഇലാസ്റ്റിക് മൊത്തത്തിൽ കയറ്റാണ്. ഇനി ഇലാസ്റ്റിക് വെക്കാം. 1/2 ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ആണ് ആവശ്യം എടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ കഴുത്തിന്റെ അളന്ന് നോക്കാം. അതിന്റെ കൂടെ ഒരു 2 ഇഞ്ചും 3 ഇഞ്ചും എക്സ്ട്രാ ആഡ് ചെയ്യും. ഇനി കഴുത്ത് ടൈറ്റായിട്ട് കിടക്കുന്നത് താല്പര്യമില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 10 ഇഞ്ചോളം എക്സ്ട്രാ ആഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഷോൾഡറിന്റെ അവിടെ നിന്ന് സ്ലീവ് കുറച്ച് താഴത്തേക്ക് ഇറങ്ങും. ഇല്ല കറക്റ്റ് അളവിൽ തന്നെയാണ് എടുത്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ശരിക്കും ടോപ്പ് നമുക്ക് സ്ലീവ്ലെസ് പോലെ തോന്നും. അങ്ങനെ നമ്മള് എലാസ്റ്റിക് കയറ്റി കണ്ടില്ലേ. ഇവിടെയാണ് നമ്മളെ എലാസ്റ്റിക് കയറ്റാൻ വേണ്ടി ഗ്യാപ്പ് ഇട്ടത്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.